കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊല നടക്കുന്നത്. രാവിലെ ചുങ്കം സ്വദേശി ബിജു ജോസഫ് വീട്ടിൽ നിന്ന് നടക്കാനിറങ്ങിയതാണ്. ഈ സമയം ഒമിനി വാനിലെത്തിയ ജോമോന്റെ നേതൃത്വത്തിലുള്ള സംഘം ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒറ്റ വെച്ചതോടെ ബിജുവിനെ വാഹനത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി. സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്ന ഇത് കുറച്ച് നാളായിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പും ഇവർ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വ്യക്തത വരുത്തുള്ളൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വർഷം പ്രകാരം അവർ അന്ന് രാവിലെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. വണ്ടിയിൽ വെച്ചിട്ട് ആൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ആ ഗോഡൌണിൽ പോയിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യായിരുന്നു. കേസിലെ 1-ാം പ്രതി കലയന്താനി സ്വദേശി ജോമോനാണ്. എറണാകുളം സ്വദേശികളായ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആഷിഖ്, മുഹമ്മദ് അസ്ലം, ജോമോന്റെ സഹായി കണ്ണൂർ സ്വദേശി ജോമിൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. ആഷിഖിനെ കാപ്പ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് വടക്കേക്കര പോലീസിന് കൈമാറിയിരുന്നു. ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ കാറ്ററിംഗ് ആവശ്യത്തിനായി നിർമ്മിച്ച ഗോഡൌണിലാണ് ഒളിപ്പിച്ചത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴിയിൽ കുഴിച്ചു മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ഇത്ര വലിയ ഗർത്തമായിട്ടുള്ള അറകൾ ഇതിൻ്റെ അടിയിലുണ്ടെന്നുള്ളതും ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. നാട്ടിൽ പൊതുവെ അങ്ങനെയുള്ള ഒരു സംസാരമുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുള്ള സംസാരമുണ്ട്. അല്ലാതെ മറ്റൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ജോമോനും കൊല്ലപ്പെട്ട ബിജുവും തമ്മിൽ ബിസിനസ് ഇടപാടുകളുണ്ടായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തൊടുപുഴ, ഉപ്പുതറ പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച പരാതികൾ നിലവിലുണ്ട്. ജോമോൻ ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമാണിതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.